ഓപ്പോ റെനോ സീരീസിലെ ലേറ്റസ്റ്റ് മോഡലായ ഓപ്പോ റെനോ 13 5Gയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓപ്പോ ഓൾറെഡി റെനോ സീരീസിന് ലീഡർ ഇൻ എഐയിലും ഡിസൈൻ ഇന്നോവേഷനിലും ഒരു ബെഞ്ച് മാർക്ക് തന്നെ കൺസിസ്റ്റന്റ്ലി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഫോൺ വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്പോ എഐ ഫോൺ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് 512GB 12GB റാം സപ്പോർട്ടോട് കൂടിയിട്ടുള്ള വേരിയന്റ് ആണ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കൊരു ബോക്സ് കാണാം. ഇവിടെ ഓപ്പോ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ആസ് യൂഷ്വൽ ബുക്ക്ലെറ്റ്സ്, സേഫ്റ്റി ഗൈഡ്സ്, ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസും കൂടെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഫോൺ കാണാൻ വേണ്ടി പറ്റും. ഫോൺ നമുക്ക് ലാസ്റ്റ് നോക്കാം. ബോക്സിലുള്ള ബാക്കി കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി USB കേബിള്, സിം ഇജക്ടർ ടൂള്, 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ഫ്ലാഷ് ചാർജറും ഈ ഒരു ബോക്സിൽ അവൈലബിൾ ആണ്. ബോക്സിൽ വേറെ കണ്ടന്റ് ഒന്നുമില്ല. നമുക്ക് ബോക്സ് അവിടെ മാറ്റി വെക്കാം. ഇനി മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് വരാം. കൊള്ളാമല്ലേ? നല്ലൊരു യുണീക്ക് ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഓപ്പോ റെനോ 13 വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ലൂമിനസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോടു കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ അൾട്രാ ക്ലിയർ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ക്യാമറയും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഓപ്പോ റെനോ സീരീസിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ സിസ്റ്റവും പിന്നെ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു അൾട്രാ ക്ലിയർ ക്യാമറ സിസ്റ്റം തന്നെയാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. f1.8 അപ്പർച്ചറോട് കൂടിയിട്ടുള്ള 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് ഇതിൽ ഓപ്പോ നൽകിയിരിക്കുന്നത്. OIS സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിസൈൻ തന്നെയാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഈ ഒരു ഫോണിൽ അൾട്രാ തിൻ സ്ക്രീൻ വെസൽസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള 120 ഹെർട്സിന്റെ സ്മാർട്ട് അഡാപ്റ്റീവ് സ്ക്രീൻ ആണ് ഓപ്പോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കേർവ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ഐഫോണിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. ഫോണിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. വോളിയം റോക്കേഴ്സ് ബട്ടണും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡൗൺ സൈഡിലായിട്ട് സ്പീക്കർ, ടൈപ്പ് സി സിം ട്രേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഒന്നും തന്നെ ഇല്ല. ടോപ്പ് സൈഡിൽ ഒരു സ്പീക്കറും പിന്നെ ഒരു IR ബ്ലാസ്റ്ററും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള 6.59 ഇഞ്ചിന്റെ 120 ഹെർട്സ് സ്മാർട്ട് അഡാപ്റ്റീവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഓപ്പോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1200 നിറ്റ്സ് ആണ്. 5600 mAhന്റെ ഒരു ഹ്യൂജ് ബാറ്ററി തന്നെയാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് ചെയ്താണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസമൊക്കെ കൂളായിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 5 ഇയേഴ്സ് ഡ്യൂറബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഓപ്പോ അവകാശപ്പെടുന്നത്. 80 വാട്ടിന്റെ ഒരു സൂപ്പർ വോക്ക് ചാർജറും ഈ ഒരു ഫോണിന്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് 17%, 47 മിനിറ്റ്സ് കൊണ്ട് 0 to 100% ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 അവേഴ്സ് വീഡിയോ സ്ട്രീമിങ്ങും 4.4 അവേഴ്സ് വാട്സപ്പും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഒരു AI ഫോണായിട്ടാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. AI ഫോട്ടോഗ്രാഫിയും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. AI ലൈവ് ഫോട്ടോ, AI ക്ലാരിറ്റി എൻഹാൻസർ, AI അൺബ്ലർ, AI മോഷൻ, AI റീ ഇമേജ്, AI എറേസർ 2.0, AI റിഫ്ലക്ഷൻ റിമൂവർ, AI നൈറ്റ് പോർട്രേറ്റ്, AI പോർട്രേറ്റ്, AI ക്ലിയർ ഫേസ്, AI ബെസ്റ്റ് ഫേസ് പോലുള്ള AI ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4K 60 FPS നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ കാണാം. ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കിടിലം ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ സിസ്റ്റത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ഇനി നമുക്ക് ബാക്ക് ക്യാമറ നോക്കാം. OISന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ആയതാണെങ്കിൽ തന്നെ നല്ലൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജ് ഈ ഒരു ഫോണിന്റെ ക്യാമറയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ നല്ലൊരു കിടിലം ഇംപ്രൂവ്മെന്റ് എന്നാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ
അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഐഫോണിലൊക്കെ കാണുന്ന മാതിരിയുള്ള ലൈവ് ഫോട്ടോസും നമുക്ക് ഈ ഒരു ഫോണിന്റെ സഹായത്തോടുകൂടി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്കൊരു ലൈവ് ഫോട്ടോയുടെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താണെങ്കിൽ നമുക്കിപ്പോൾ ലൈവ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താണെങ്കിൽ അതിൽ ജസ്റ്റ് ആനിമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഐഫോണിലേക്ക്, അതായത് iOS സിസ്റ്റത്തിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും അതിൽ നിന്ന് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അതിനുശേഷം ഷെയറിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഇവിടെ ഷെയർ വിത്ത് ഐഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. O+ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വൺസ് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഐഫോണിൽ നിന്നും ഓപ്പോ ഫോണിൽ നിന്നും ഐഫോണിലേക്കും ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കേസ്ലെസ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു GoPro ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഫോണിൽ നിന്നും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോണിന്റെ ക്യാമറയിൽ പോയതാണെങ്കിൽ ഇവിടെ അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വൺസ് കണ്ടിന്യൂ കൊടുത്തതാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. വോളിയം അപ്പ് പ്രസ് ചെയ്താണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, വോളിയം ഡൗൺ പ്രസ് ചെയ്താണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചാണെങ്കിൽ അതിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഡൗൺ പ്രസ് ചെയ്താൽ മതി. പവർ ഡൗൺ പ്രസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം വൺസ് ഈ ഒരു മോഡിൽ നിന്നും എക്സിറ്റ് ആകുന്ന സമയത്ത് ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ എജക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. AI നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു കിടിലം നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. AI Eraser 2.0 ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നമുക്കിപ്പം ഇമേജിൽ നിന്നും ആരെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ഒബ്ജക്ട്, അൺവാണ്ടഡ് പേഴ്സൺസിനൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ഓപ്ഷന്റെ സഹായത്തോട് കൂടിയിട്ട് ഓൾറെഡി എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. AI ക്ലാരിറ്റി എൻഹാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. ഒരു ബ്ലറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോ ക്വാളിറ്റി ഫോട്ടോസിനൊക്കെ നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. AI അൺബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബ്ലർ ആയിട്ടുള്ള ഒരു ഫോട്ടോസിൽ നിന്നും അൺബ്ലർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. റിഫ്ലക്ഷൻ റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലം ഫീച്ചറും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ഷനോ കാര്യങ്ങളോ വന്നതാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിഫ്ലക്ഷന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പല സിറ്റുവേഷനിലും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. AI സ്റ്റുഡിയോയുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഒരു ഫോണിൽ പല സ്റ്റൈൽസിലും ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു പ്രീമിയം മെറ്റൽ ഫ്രെയിമോട് കൂടിയാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ. നല്ലൊരു ഡ്യൂറബിൾ ആയിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ഹീറ്റ് ഡെസിപ്പേഷന് ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. നല്ലൊരു കംഫർട്ടബിൾ ആൻഡ് റിഫൈൻഡ് ഫീൽ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. ഒരു മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ പിന്നെ നല്ലൊരു കിടിലം കർവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഗ്രിപ്പിംഗ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വീണു പോകുന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു പ്രീമിയം ഫോൺ പിടിക്കുന്ന ഒരു ഫീലിംഗ് എന്ന് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലം വൈറ്റ്, ലൂമിനോസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള 2 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. ലൂമിനോസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വെറും 181 ഗ്രാം മാത്രമാണ് വരുന്നത്. AI ഹൈപ്പർ ബൂസ്റ്റ്, AI മൾട്ടി കൂളിംഗ് സിസ്റ്റം ഒക്കെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ MediaTek Dimensity-യുടെ A350 ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസർ തന്നെയാണ് ഈ ഒരു പ്രോസർ. നമുക്കിപ്പോൾ PUBG ആയിക്കോട്ടെ അല്ലെങ്കിൽ BGMI ഒക്കെ ഒരു 90 FPS ഈ ഒരു ഫോണിൽ നിന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു അഡ്വാൻസ്ഡ് കൂളിംഗ് ആൻഡ് ഇമ്മേഴ്സീവ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. Android 15 സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ColorOS 15 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 8GB 12GB റാം വേരിയന്റുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. 128GB 256GB 8GB വേർഷനും 256GB 512GB 12GB വേരിയന്റുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. LPDDR5X റാം ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. IP66, IP68, IP69 റേറ്റിംഗ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വാട്ടറിലൊക്കെ ഈ ഒരു ഫോൺ വീണതാണെങ്കിലും ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുമാത്രമല്ല ഒരു അണ്ടർ വാട്ടർ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതായത് കേസ് ഇല്ലാതെ തന്നെ നമുക്കിപ്പം വാട്ടറിൽ നിന്നും ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല വൺസ് ഈ അണ്ടർ വാട്ടർ മോഡിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം ആ ഒരു മോഡിൽ നിന്നും എക്സിറ്റ് ആകുന്ന സമയത്ത് ഫോൺ തന്നെ ആ ഒരു വാട്ടറും കാര്യങ്ങളൊക്കെ എജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6.59 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഓപ്പോ നൽകി
ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മൾട്ടിമീഡിയ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടും ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. NFC സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ടാപ്പ് ടു പേ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിങ്, അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ എന്തുകൊണ്ട് വാങ്ങണം എന്നുള്ള രീതിയിൽ ചോദിച്ചാണെങ്കിൽ, ഒരു മിഡ് റേഞ്ച് സീരീസിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു നല്ലൊരു കിടിലൻ ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും തരുന്ന ഒരു ഫോൺ നിങ്ങൾ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനേലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് ഓപ്പോയുടെ Reno 13 5G.